പാവങ്ങളോട് ഈ വെല്ലുവിളി നടത്താതെ മന്ത്രി എന്നെ വിളിക്കാൻ പറയും. എന്റെ വേഷം കെട്ടൊന്നും എന്റെ അടുത്ത് വേണ്ട. ആരോഗ്യ വകുപ്പ് മന്ത്രി വീണയ്ക്ക് ഡൽഹിയിൽ പോകണമെങ്കിൽ വീണയോടൊപ്പം ഞാൻ ചെല്ലാം. കേന്ദ്രമന്ത്രിയുടെ അരികിൽ കസേരയിട്ട് ഇരുത്താം. എന്നിട്ട് കൊടുത്ത കോടിക്കണക്കിന് രൂപ കൃത്യമായിട്ട് ആശാ വർക്കേഴ്സിന് കൊടുത്തിട്ടുണ്ടോ എന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണയെ വെല്ലുവിളിക്കാൻ. ഇവിടുത്തെ പാവപ്പെട്ട ഈ സ്ത്രീകളുണ്ടല്ലോ, ആശാ വർക്കേഴ്സ്, അവരുടെ മുന്നിൽ നിങ്ങൾക്ക് കഥ പറയാൻ സാധിക്കും, നാട്യം നടത്താൻ സാധിക്കും. എന്നാൽ കേന്ദ്രത്തിലേക്ക് നിങ്ങൾക്ക് പോകണമെങ്കിൽ ഇവരല്ല പോകേണ്ടത്, നിങ്ങളാണ് വരേണ്ടത്. ശ്രീമതി വീണ, നിങ്ങളാണ് വരേണ്ടത്. ഞാനോ? അല്ല, പിന്നെ ഞാനായിരിക്കും. നിങ്ങൾ വീണ ജോർജിനെ നട്ടലുണ്ടെങ്കിൽ അഹന്ത മാറ്റി വെച്ചിട്ട് നടക്കുന്ന കാര്യം വല്ലതും പറയണ. നദ്ദാജിയെ കാണാൻ വീട്ടിൽ പോകണോ, ഓഫീസിൽ പോകണോ, വരാൻ ഞങ്ങൾ ഒരു ടീം ആളുകൾ. അവൻ പ്രശ്നക്കാരനാണ്, അവനത് ചെയ്യും. ഇനി ആശാ വർക്കേഴ്സിന്റെ ആളുകളെ വിളിക്കണോ, ടിക്കറ്റ് എടുത്ത് ഞാൻ നിങ്ങളുടെ കൂടെ വരാൻ തയ്യാറാണ്. ഈ പൊങ്ങച്ചം പറയുമ്പോ എന്ത് സുഖാണ് നമുക്ക് കിട്ടുന്നത്? നിങ്ങൾ സമയം തീരുമാനിച്ചോ, ഡേറ്റ് തീരുമാനിച്ചോ, ഞങ്ങൾ അവിടെ വന്നിരിക്കാം. കാര്യമൊക്കെ ശരി തമ്പുരാട്ടി, ഇവൻ ഇവിടെ കിടന്ന് ഇച്ചിരി ആളാവുന്നുണ്ട്. ഇവിടുത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി പറയും കേരളത്തിലേക്ക് എത്ര കോടി കൊടുത്തിട്ടുണ്ടെന്ന്. മുഖം ചുളിഞ്ഞ് തിരിച്ചു വരേണ്ടി വരും വീണയ്ക്ക്. ഗതികേട് കൊണ്ട് സമരം ചെയ്യുന്നവരാണ്. ആ ഗതികേട് കൊണ്ട് സമരം ചെയ്യുന്നവരെ വെല്ലുവിളിക്കുകയാണോ ഒരു വകുപ്പ് മന്ത്രി വേണ്ടത്? സാറിന് സംസ്കാരമേ ഇല്ല സാർ.